ചേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും ഈ ആഴ്ച തന്നെ സെറ്റാക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് എന്റെ പൈസ കിട്ടണം. ഇതെന്താ പിള്ളേരെന്ന് വിചാരിച്ചോ? ചേട്ടാ എനിക്ക് ഇവിടുത്തെ സാലറി കിട്ടിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ അവസ്ഥ ചേട്ടന് അറിയാലോ. എങ്ങനെയെങ്കിലും ഞാൻ ഈ ആഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ പൈസ ഫുള്ള് തീർക്കാൻ നോക്കാം. എന്റെ പൊന്നു മോളെ, എന്റെ 1-2 രൂപയല്ലേ മേടിച്ചേക്കുന്നത്, 30,000 രൂപയാണ്. ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. ചേട്ടാ എനിക്ക് ഇവിടെ നിന്ന് സാലറി കിട്ടുന്നില്ല. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, കുറേ അടുത്തുനിന്ന് കടം ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായി പോയി. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇന്ന് വൈകിട്ട് ഒരു 6-6:30 വരെ വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. ചേട്ടാ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തരാൻ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ മോളത് പ്രശ്നമാവും. ഉറപ്പായും ഞാൻ തരാം. ചേട്ടാ വീട്ടിൽ കയറി ഒന്നും പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. നമുക്ക് നോക്കാം. ഓക്കെ. നീ ക്രിസ്മസിന് എന്താ വീട്ടുകാരോട് പറയാനൊന്നും പോവാഞ്ഞേ? ഞാൻ വീട്ടിൽ വന്നായിരുന്നല്ലോ. വീട്ടിൽ വന്നായിരുന്നു, നീ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ എന്താ പറയാഞ്ഞേ? അത് എനിക്ക് പെട്ടെന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യമാണ്. നീ അവിടെ താമസിക്കുമ്പോൾ ശോഭനുള്ള സമയത്തല്ലേ നീ അവിടെ ഉണ്ടാവേണ്ടത്? ശോഭനില്ലാത്ത സമയത്തല്ല നീ അവിടെ ഉണ്ട്, ശോഭനുള്ള സമയത്ത് നീ അവിടെ ഇല്ല. നീ ആരോ കുമ്പിടിയാന്നോ? അതന്നെ എനിക്കാ പേര് ദോഷം കേട്ടല്ലോ. അല്ല അങ്ങനെയല്ല, പെട്ടെന്നൊരു കോള് വന്നപ്പോൾ ഞാൻ പോയതാ. അടുത്ത ആഴ്ച ഒന്നുകൂടെ ഒന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, നീ ഒന്ന് വന്നേ ഒക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ ശോഭനുള്ളപ്പോ വരാം. അവിടെ ഉള്ളപ്പോഴേ വരാമോ? ഒന്നാമത് 10 കള്ളം പറഞ്ഞ അവിടെ പിടിച്ചിരിക്കുന്ന തന്നെ. നീ കുറെ നേരം കണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ടല്ലോ. ആരെ ആരും വരുന്നുണ്ടോ? ഒന്നുമില്ല. എന്ത് പണിയൊന്നും ഇല്ല കത്ത്? പണി ഉണ്ട്. നിന്നോട് മറ്റേ കൊട്ടേഷൻ എഴുതിട്ട് മുത്തുന്നെ കൊടുക്കാൻ പറഞ്ഞ എന്തി? ഞാൻ അത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, ഇവിടെ അങ്ങോട്ട് നോക്കിട്ടിരുന്നു. ചെയ്യാം. ഇതൊരു മ്ലാനത. ഒന്നുമില്ല. നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ, ഞാൻ തൊട്ട് കാണാൻ തുടങ്ങിയില്ലേ? എന്റെ മോന്ത കൊണ്ട് എനിക്കറിയാം എന്തോ കള്ളത്തരമുണ്ടല്ലോ. ഒന്നുമില്ല. അവാർഡ് പടം പോലെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ട് പറ. എനിക്കൊരു 30,000 രൂപ കടം തരാൻ പറ്റുമോ? മോളെ അകത്ത് പോയിരുന്ന് ചിന്തിച്ചു കേട്ടോ. ഞാനിവിടെ അറിയാതെ ഇങ്ങോട്ട് വന്നു, ഞാനിങ്ങോട്ട് വന്നുമില്ല, മോളെ കണ്ടുമില്ല, ഒന്നുമില്ല. ഇവിടെ വേഷം മേടിച്ചേച്ച് തന്നെ കാശില്ല. ഫോൺ DMI അടച്ചിട്ടില്ല 4 മാസത്തെ. ഈ കളർ കണ്ട് വെളി ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കിയിട്ട് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേ പേടിയാ ഓടണോ നിൽക്കണോ എന്നുള്ളത്. അപ്പോ ഇല്ലല്ലേ? ഉണ്ടേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ. 3 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ? എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി തരാം. ഒന്നുമില്ല. അല്ല എന്തോ കാര്യം? എന്ത് ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ ഞാനിവിടെ മരവും നട്ട് വളർത്തിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് കുലുക്കുമ്പോൾ കാശിടാൻ വേണ്ടി. ശരി, ഓക്കെ, വേണ്ട. ഇവിടെ ഇരിക്കാതെ പെട്ടെന്ന് പോയി പണി ചെയ്യ്. ഞാൻ ചെയ്തോളാം. എന്നാൽ ഞാൻ അകത്ത് കാണാം. ക്യാബിലോട്ട് മറ്റേ ആ ചാർട്ട് എഴുതി വെച്ച് എനിക്ക് 10 മിനിറ്റിനുള്ളിൽ കൊണ്ട് തരണം. എത്തിക്കും. ദൈവമേ, എത്ര രൂപ അടിച്ചു! ഒറ്റ ഓട്ടം കിട്ടിയാൽ മതിയായിരുന്നു, ബാങ്കിലോ വല്ല വിട്ട് പലിശ മേടിച്ച് ജീവിച്ചേനെ. അവന്മാരൊക്കെ തലയെ വരച്ചേക്കുന്ന എൻ്റെ വിരലെങ്കിലും വരച്ചാൽ മതിയായിരുന്നു. എന്നാലും അവന്മാരൊക്കെ എവിടെ ആയിരിക്കും? ആരാ? ഞങ്ങള് ഹണിയുടെ കെണി. നീ പറയണ. ഞങ്ങൾ ഹണിയുടെ കെണിയുടെ അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്ററുമാണ്. അതിന് ഇവിടെ സുബ്രഹ്മണ്യം സുബ്ബു സാറിനെ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കാണാൻ വേണ്ടി വന്നതാണ്. എന്തിനാ കാണുന്നേ? സാർ വലിയ ആളല്ലേ. അതൊക്കെ. നിങ്ങൾ എന്തിനാ? സിനിമയുടെ കാര്യത്തിനായിട്ട് ഞങ്ങൾ വന്നതാണ്. സാർ ഇവിടെ ഉണ്ട്. എവിടെയോ കണ്ടതുപോലെ. എന്നെ കാണാൻ ചാൻസ് ഇല്ല. ഞാൻ അത്ര ഫേമസ് ഒന്നുമല്ല സുബ്ബു സാറിനെ പോലെ. പക്ഷെ ഇവിടെ കണ്ടുപരിചയമുണ്ട്. എല്ലാവരും പറയാറുണ്ട് പല നടിമാരുടെയും ലുക്ക് എനിക്കുണ്ടെന്ന്. പക്ഷെ എന്ത് ചെയ്യാന്? ശരി, KPS എടുത്ത് ചേച്ചിയുടെ ഒരു കട്ടുണ്ട്. ഞാൻ പറയാൻ വരുന്നു. അല്ല, നിങ്ങൾക്ക് ഈ ഓഫീസിന്റെ അഡ്രസ് എങ്ങനെ കിട്ടി? അത് ഞങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ കുറേ സഞ്ചരിച്ച് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഓഫീസ് കണ്ടുപിടിച്ചത്. അതെന്തിനാ? ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോരെ? ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഗൂഗിൾ മാപ്പ് നമുക്ക് സെറ്റ് ആവില്ല. ഞങ്ങൾ ബുദ്ധിജീവികൾ അങ്ങനെയൊന്നും മാപ്പ് നോക്കാറില്ല. ഓ, അല്ല സുബ്ബു സാർ അവിടെ ഇല്ലേ? സുബ്ബു സാർ അവിടെ ഉണ്ട്. അല്ല, നിങ്ങളെ ഞാൻ
എവിടെയോ അല്ല നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഞങ്ങൾ അങ്ങനെ കണക്ഷൻ. എഡിറ്റർ അസോസിയേറ്റ്. സുബു സാറിനെ കണ്ടിട്ട് കുട്ടീനെ ഒന്ന് കാണണം. സുബു സാർ അകത്തുണ്ട്. കുട്ടി വരുന്നുണ്ടോ? ഇല്ല ഇല്ല പൊക്കോളൂ. ഓക്കെ. അല്ല ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരുന്നത്? വിഷമം. എന്റെ കടം ഞാൻ എങ്ങനെ തീർത്തു? സർ മെയ്. മേരി ഇവിടെ ഇല്ല, അപ്പുറത്താ. സർ ഞങ്ങൾ സാർ ഞങ്ങൾ ഹണിയുടെ കെണിയുടെ അസോസിയേറ്റ് ഡയറക്ടറും. ഹണിയുടെ മണി നിങ്ങൾ എന്നെ വിളിച്ചാൽ ഈ ഒരു ടൈറ്റിൽ ഇടാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അതതിൻ്റെ സ്ക്രിപ്റ്റാണ് സാർ. അപ്പോൾ വേറെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് പടമൊന്നും അല്ല അങ്ങനെയുള്ള പരിപാടി ഇവിടെ പ്രദർശനം നടക്കത്തില്ല ഇപ്പോൾ. അല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാർ. പൊളി തീ സിനിമയാണ് സാർ. ഈ കെണിയാണ് ഇതിന്റെ മെയിൻ. അത് ക്ലൈമാക്സ് ട്വിസ്റ്റാണ്, വൺ ട്വിസ്റ്റ്. പ്രൊഡ്യൂസറിന് അവസാനം വീടരുത് കെണിയിൽ. ഇല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സാർ. നമുക്കിതിപ്പോൾ ഇപ്പം ഈ സിനിമകളൊക്കെ ലീക്ക് ആവുന്നത് അറിയുന്നതല്ലോ. അപ്പോൾ നമ്മളതുകൊണ്ട് നമുക്ക് എല്ലാ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. ശരി, അവന്മാർ കണ്ടു കഴിഞ്ഞാൽ അത് എന്തായാലും അപ്ലോഡ് ചെയ്യും. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്റർ റിലീസിന് കൂടുതൽ കാശ് അങ്ങനെ കിട്ടും. അതെ, നമ്മളിപ്പോൾ മെയിനായിട്ട് സാറിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. കാരണം സ്റ്റുഡിയോനെ പറ്റി ആർക്കും അറിയില്ല. അല്ല അങ്ങനെയല്ല, കൂടുതലധികം പേർക്ക് അറിയില്ല. ഒരു ഹിഡൻ സ്പോട്ട് പോലെയാണ് ഈ സ്റ്റുഡിയോ. ഇത്രയും പാരമ്പര്യമുള്ള 15 ദിവസം കൊണ്ട് തുടങ്ങിയ ഈ സ്റ്റുഡിയോയെ കുറിച്ച് ആർക്കും അറിയില്ല. മണ്ടനാണ് സാർ, കരയേക്കണ്ട. വേഷമൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റുഡിയോ. സ്റ്റുഡിയോ ചെയ്ത് 15 ദിവസം കൊണ്ട് നീ നോക്കിയാൽ മതി. നവംബർ 15 തുടങ്ങി, നവംബർ 30 ഇത്രയും വർക്കാണ് ഇവിടെ. വിറയ്ക്കും സാറ് വിറയ്ക്കുന്നുണ്ട്, നമ്മുടെ ഇൻഡസ്ട്രി വിറയ്ക്കുന്നുണ്ട്. അതെ, ഇവൻ പറഞ്ഞപ്പോൾ ഞാൻ വരച്ചിരുന്നു. അപ്പൊ കാര്യത്തിലേക്ക് വാ. അപ്പോൾ സാർ നമുക്കിവിടെ ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അതിനാണല്ലോ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഇവിടെ 3-4-7 സ്റ്റാഫ്സ് ഉണ്ട്. ഇപ്പോൾ 2 പേര് വർക്ക് ഫ്രം ഹോമാണ് മൊത്തവും. പിന്നെ ഒരു പണിയെടുക്കില്ല സാർ. പണിയെടുക്കണം. വർക്ക് ഫ്രം ഹോം എനിക്കിവിടെ കിട്ടണമല്ലോ. 3 മണി 2 മണി ആകുമ്പോഴത്തെ കറക്റ്റ് ഫയൽ ഞാൻ ചെക്ക് ചെയ്യുമല്ലോ. സാർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് വിശ്വാസമാണല്ലേ? അതെ അതെ, സാറിന് വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് തരണം. സാർ, ഇത് ഞങ്ങൾ സാറിന് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഈ സിനിമ ഈ ഒരു പ്ലേസിൽ ഞങ്ങൾ എഡിറ്റ് ചെയ്യും അല്ലേ? അതെ, ഞങ്ങൾക്കൊരു ചെറിയൊരു മുക്കിലൊരു മൂലയിൽ ഒരു ടേബിൾ തന്നു. ഇപ്പോൾ വർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് ഇല്ല. കാരണം അത്രയും തിരക്കാണ് ഇവിടെ. അതാണ് വിഷയം. ആ തിരക്കൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേര് മാത്രമായിരുന്നു വർക്ക് ചെയ്തോളാം. സാറിനെ കൂടെ പറ്റും. സാർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും? രാംദാസിൻ്റെ മോടെ 300, 35. കോൺസെൻട്രേറ്റിംഗ്. മൊത്തം ഇന്നലെ ചായ മേടിച്ചതിൻ്റെ 20 രൂപ താഴെ കൂടെ കൊണ്ട് പിന്നെ മൊത്തം കൂടെ ഒരു 1720 രൂപ. ചായ ഫ്രീ ആണോ സാർ? സ്പേസ് വേണോ അതോ ചായക്കട വേണോ അവിടെ? സ്പേസ് മതി സാർ, സ്പേസ് പറയേ. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഈ 1720 രൂപ വരും. ഓക്കെ, നമുക്ക് പെർ ഹവർ കുഴപ്പമില്ലല്ലേ? പെർ അവർ നിങ്ങൾ എടുക്കുന്നുള്ളൂ. എത്ര ദിവസം വേണ്ടി വരും? 1600. കുഴപ്പമില്ല, നമുക്ക് ഒരു ഏകദേശം പടം. അപ്പൊ ഡെയിലിയാണ് നമ്മൾ ഈ പൈസ മേടിക്കുന്നത്. ഡെയിലി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 1720 വെച്ചാകുമ്പോഴത്തേക്ക് 17,200. നിനക്ക് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തരാം. നിങ്ങളുടെ ഈ മണിയുടെ പടമായതുകൊണ്ടല്ല, കെണിയുടെ പടമായതുകൊണ്ടേ ഡിസ്കൗണ്ട് വേണ്ട തരാം. അപ്പോൾ 17,000 രൂപ ഇല്ല, ഒരു 1000 രൂപ കുറച്ചോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് 16 ഫിക്സ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ പ്രൊഫഷണൽസ് ആണ് സാർ. പേയ്മെന്റിന്റെ കാര്യമൊന്നും പേടിയില്ല സാർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊജക്റ്റാണ് സാർ. വെളി 4 കസേര ഇരിപ്പുണ്ട്, അത് എടുത്ത് ഏതെങ്കിലും മൂലക്ക് ഇരുന്നാൽ മതി. ഓക്കെ,